ലേഖനങ്ങളുടെ രാജാവാണ് കൊലോസി ലേഖനം. 1-ാം അധ്യായത്തിൽ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപൻ്റെ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചു. 2-ാം അധ്യായത്തിൽ അവരോട് പറയുകയാണ്, നിങ്ങളുടെ വിരുത് ആരും തെറ്റിക്കരുത്. 3-ാം അധ്യായത്തിൽ പറയുകയാണ്, അങ്ങനെ വിരുത് തെറ്റാതെ സൂക്ഷിക്കുന്ന നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിച്ചും ധ്യാനിച്ചു വരുന്നോണം. 4-ാം അധ്യായത്തിൽ പറയുമ്പോൾ ഇങ്ങനെയുള്ളവരുടെ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. അപ്പോൾ ആരൊക്കെ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം? 3:18 ഭാര്യമാർ, 19 ഭർത്താക്കന്മാർ, 20 പിതാക്കന്മാർ, 21 മക്കൾ, പിന്നെ 22 ദാസന്മാർ, 4-1 യജമാനന്മാർ. 6 ഗ്രൂപ്പുകാരെ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. എന്നിട്ട് 5-ാം വാക്യത്തിൽ പറയുകയാണ്, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ദൈവത്തിന് മഹത്വം. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ലഭിക്കുന്ന സമയം നഷ്ടപ്പെടുത്തി കളയരുത്. എപ്പോഴും സമയം ലഭിച്ചെന്ന് വരികയില്ല, എപ്പോഴും അവസരം ലഭിച്ചെന്നും വരികയില്ല. ലഭിക്കുന്ന അവസരം നന്നായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ അതിന് ദൈവം ഈ ദിവസങ്ങളിൽ ഏവർക്കും കൃപ നൽകട്ടെ. സമയം തക്കത്തിൽ ഉപയോഗിച്ച 1-2 കാര്യങ്ങളാണ് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കാൻ പോകുന്നത്. അത് പ്രാരംഭ പകല് ചില കാര്യം ചിന്തിച്ചല്ലോ. സമയം തക്കത്തിൽ ഉപയോഗിച്ച ഒരു തെളിവാണ് ലേവി സമയം തക്കത്തിൽ ഉപയോഗിച്ച്. 32:26 വായിക്കാൻ. പുറപ്പാട്. മോശെ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തിലുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ. അപ്പം തന്നെ അതിൻ്റെ ആശയമുണ്ട്. ആ സഭയ്ക്കകത്ത് പക്ഷം പലതുണ്ട്, പല പക്ഷം ഉണ്ട്. ഒരുത്തൻ ഇഞ്ച് പക്ഷം, ഒരുത്തൻ കൊഞ്ച് പക്ഷം എന്ന് പഴയ നാട്ടിലൊരു ചൊല്ലുണ്ട്. കുരുതിയാലേഖനത്തിൽ വരുമ്പോൾ പല പക്ഷമുണ്ട്. നിങ്ങൾ പക്ഷം പിടിക്കുന്നു. അപ്പല്ലോസിൻ്റെ പക്ഷം, പിന്നെ കേബാവിൻ്റെ പക്ഷം, പൗലോസിൻ്റെ പക്ഷം, ക്രിസ്തുവിൻ്റെ പക്ഷം, നിഷ്പക്ഷം, ഇങ്ങനെ ഒത്തിരി പക്ഷമാണ്. അപ്പം ഇത് പാടില്ല. ചില സഭകളിൽ നിങ്ങൾ ചെന്ന് പക്ഷം പിടിക്കുന്ന ആൾക്കാരുണ്ട്. സെക്രട്ടറി 3-4 പേരും കൂടെ ഒരു പക്ഷം, ട്രഷാറും 2-3 പേരും കൂടെ ഒരു പക്ഷം, ആമേൻ. ഇവരെ എങ്ങും കൂട്ടാത്ത വേറൊരു പക്ഷം, ഇവരെ എല്ലാം ഒതുക്കാൻ വേറൊരു പക്ഷം. എല്ലായിടത്തും പക്ഷമാണ്. ദൈവത്തിന് മഹത്വം. അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പലയിടങ്ങളിലുണ്ട്. ഇവിടെ മോശെ പറയുക, യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്ക വരണം, എൻ്റെ അടുക്ക വരണം എന്ന് പറഞ്ഞാൽ ഞാൻ യഹോവയുടെ പക്ഷത്താ, മറ്റൊരു പക്ഷത്തും അല്ല. ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ഞാൻ ഇല്ല, ഒരു ഗ്രൂപ്പിലുമില്ല. ഞാൻ യഹോവയുടെ പക്ഷത്ത് നിൽക്കുക. ആരെങ്കിലും യഹോവയുടെ പക്ഷത്തുണ്ടെങ്കിൽ അവരെ എൻ്റെ അടുക്ക വരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് ദൈവപക്ഷത്ത് നിൽക്കണം. ദൈവത്തിന് മഹത്വം. അപ്പോൾ യഹോവയുടെ പക്ഷത്ത് ഉള്ളവൻ എൻ്റെ അടുക്ക വരാൻ പറഞ്ഞപ്പോൾ എന്നാറേ ലേവരെല്ലാവരും കൂടെ അവൻ്റെ അടുക്കൽ വന്നുകൂടി. ലേവര് വന്നു. കാരണം ഈ അപ്പൻ പണ്ട് ലേവിയെയും ശിമയോനെയും ശപിച്ചതാണ്. ശപിക്കാൻ കാരണമുണ്ട്. പെങ്ങള് നാട് കാണാനൊരു പോക്ക് പോയി. ആരാ മക്കളെ? ദീനാമ്മ പോയതിനെ പറ്റിയൊക്കെ ഉൽപ്പത്തിയിൽ വിസ്തരിച്ചിട്ടില്ല. കുറച്ച് വാക്യങ്ങളെ ഉള്ളെങ്കിലും അത് വല്ലാത്തൊരു പോക്കാണ് പോയത്. അങ്ങനെ ധാരാളം ദീനാമ്മമാർ ഇപ്പോൾ പോകുന്നുണ്ട്. ആട്ടെ, ആ ഭാഗത്തേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. ദീന നാട് കാണാൻ പോയി, അവിടെ ഒരു നാട്യം കാണാൻ പോയി. ആ ദേശത്ത് ശേഖേമിലെ ദൈവത്തിന് മഹത്വം. ഈ ഓരോ വർഷം കൂടുമ്പോഴും വർഷാഘോഷത്തിൽ സ്ത്രീകൾ ഉടുത്തൊരുങ്ങി ആടയാഭരണങ്ങൾ ധരിച്ച് ലോകക്കാരുടെ കാര്യമാണ്, മറ്റ് ചിത്രപ്പടികളും കാര്യങ്ങളുമൊക്കെ ചെയ്ത് ഒരു നൃത്തവും ഒരു നടനവും ഒരു കൂത്തും ഒരു പാട്ടും ഒരു മേളവും ഉണ്ട്. അത് കാണാനാ ദീനാമ്മ പോയത്. നമ്മുടെ ചില പിള്ളേർ അങ്ങനെയൊക്കെ പോകാറുണ്ട്. ഇവർ കളിക്കത്തില്ലെങ്കിലും കളി കാണാൻ പോകുന്ന ആൾക്കാരുണ്ട്. ഓണാഘോഷ പരിപാടിക്ക് പോയവർ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചില സാഹചര്യത്തിൽ ചിലർ പോകുന്നുണ്ട്. അയൽക്കൂട്ടത്തിൻ്റെ സഹോദരിമാർ പറഞ്ഞു, അമ്മാമ്മയും മരണം തിരുവാതിരയുണ്ട്. എനിക്ക് തിരുവാതിര അറിയാൻ മേല, ഇല്ലെങ്കിലും അമ്മാമ്മ അത്തറ്റ വന്ന് വരണം. പോയ കക്ഷികളെ എനിക്കറിയാം. ഇവിടെ അല്ല, ഉണ്ട്. സഹോദരന്മാരിലും അങ്ങനെ ചിലർ പല പ്രോഗ്രാമിന് പോകുന്നവരുണ്ട്. അപ്പോൾ ഈ ദീന ആ രീതിയിലാണ് ഒന്ന് പോയത്, ഉടുത്തൊരുങ്ങി. ഞാനെപ്പോഴും പ്രസംഗിക്കാൻ പറയും, എങ്ങനെ ഉടുത്തൊരുങ്ങി പോയെന്നൊന്ന് ഉൽപ്പത്തിയിലില്ലെങ്കിലും ഈ 3:16 കിടപ്പുണ്ട് യെശയ്യാവ്. ആ പരുവത്തിനായിരിക്കും പോകാൻ സാധ്യത. നമുക്കറിയാമല്ലോ, ഓടിച്ചു വായിച്ചോ 3:16 മുതൽ ഏത് പരുവത്തിനാണ് പോയെന്ന്. നിങ്ങൾക്ക് അറിവുള്ള കാര്യമെങ്കിലും ഒന്ന് വായിച്ചോ, ഒന്നുകൂടെ ഓർപ്പിച്ച് തരുന്നതേ ഉള്ളൂ.
യഹോവ പിന്നെയും അരുളി ചെയ്തത് എന്തെന്നാൽ, സിയോൻ പുത്രി, അപ്പൊ ഒറിജിനൽ സിയോൻ പുത്രി ദീനായ, യാക്കോബിന് ലേയായി കൂടി ജനിച്ചതാ, ഒരു മാലിന്യവും ഇല്ല. അപ്പോൾ ഒറിജിനൽ സിയോൻ പുത്രി ദീനായ, മറ്റേതൊക്കെ പിന്നെ കുറച്ച് വർഷം കഴിയുമ്പോൾ അല്പം പരുവക്കേടുണ്ട്, ഇത് കറക്റ്റാ. അപ്പോൾ സിയോൻ പുത്രിമാർ നിഗളിച്ച് കഴുത്ത് നീട്ടി എന്ന് പറഞ്ഞാൽ പെടലി പിടിച്ച് നീട്ടിയെന്നല്ല. ഈ അറിയാം, ഞാൻ വിവരിക്കണ്ടല്ലോ. കഴുത്ത് നീട്ടിയെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ? ഇല്ല, അറിയാം, നിങ്ങൾക്കറിയാം. പറ, കഴുത്ത് നീട്ടി. ഓപ്പണായിട്ട് പറയാൻ ചിലർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇത് മനസ്സിലാക്കാനാണെന്നില്ല പ്രസംഗം എന്തിനാണെന്ന് വെച്ചാൽ ഇത് മനസ്സിലാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളത് ക്രമീകരിക്കേണ്ടതുണ്ടെങ്കിൽ ക്രമീകരിച്ച് കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുക്കണം. പ്രസംഗം എന്ന് പറഞ്ഞാൽ ബഹളം ഉണ്ടാക്കി നിങ്ങളെല്ലാം തള്ളി താഴെ ഇട്ട് ഓടി വായോ എന്ന് കൂവുന്നതല്ല. അങ്ങനെ കൂവിക്കോട്ടെ, ഞാൻ എതിരല്ല. പ്രസംഗം ഈ പറയുന്ന കാര്യം മനസ്സിലാക്കണം, അത് ഗ്രഹിക്കണം. എന്നിട്ട് ആ പറയുന്ന കാര്യം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ക്രമീകരിക്കേണ്ടതാണെങ്കിൽ ഈ പ്രസംഗത്തിലോട് ബന്ധപ്പെട്ടത് ക്രമീകരിക്കണം. ഉപേക്ഷിക്കണം, ഏറ്റെടുക്കണം, ഗുണീകരണം, ശുദ്ധീകരണം, ക്രമീകരണം, ഇതൊക്കെയായി പ്രസംഗം. പ്രസംഗിക്കാൻ അങ്ങനെ കേൾക്കുന്നത്, അങ്ങനെ വിശ്വസിച്ചാലേ ഇത് കാര്യങ്ങൾ ക്രമീകരിക്കൂ. അപ്പോൾ കഴുത്ത് നീട്ടുക എന്ന് പറഞ്ഞാൽ ഓപ്പണായിട്ട് അങ്ങ് പറയാൻ പിണങ്ങിയാലും കുഴപ്പമില്ല. ബ്ലൗസ് ആണെങ്കിലും ചുരിദാർ ആണെങ്കിലും അതിൻ്റെ ടോപ്പ് ഉണ്ടല്ലോ, അതാണെങ്കിലും എന്തുവാണെങ്കിലും അത് കണ്ടമാനം ഇങ്ങോട്ട് ഇറങ്ങിയാൽ കഴുത്ത് നീണ്ടതുപോലെ തോന്നും. വേണേ സാരി കൊണ്ടൊന്ന് മറച്ച് വെച്ചോ, ചുരിദാറിൻ്റെ ഷാൾ കൊണ്ട്. ഞാൻ 1 സെക്കൻഡ് തരിക, ആയിക്കോട്ടെ. കണ്ടമാനം ഇത് ഇങ്ങോട്ട് ഒത്തിരി ഇറങ്ങിയാൽ കഴുത്ത് നീണ്ടതുപോലെ തോന്നും. പെന്തിക്കോസുകാരുടെ കല്യാണമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ബഹുമാനപ്പെട്ട PC ചെറിയാൻ അവരുകളൊക്കെ ധാരാളം കല്യാണം നടത്തുന്നതാണ്. എന്നാ ചെയ്യാനാ സമയത്ത് ഒന്നും മിണ്ടാൻ പറ്റാത്ത സാഹചര്യമാണ്. അമ്മയും മോളും ഉടുത്തൊരുങ്ങി വരുന്ന കണ്ടാൽ അയ്യോ, ലോകക്കാരിങ്ങനെ നടക്കുന്നത്. അവർക്ക് കുറച്ചുകൂടെ മര്യാദയുണ്ട്. മര്യാദ കെട്ട ഇനമായി പെന്തിക്കോസുകാരി ചിലർ, എല്ലാവരുടെയും കാര്യമല്ല, യോഗ്യമായിട്ടും മാന്യമായിട്ടുമൊക്കെ വരുന്നവരുണ്ട്. സ്തോത്രം. നിങ്ങൾ ചിലർ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇപ്പം ഉടുത്തൊരുക്കിക്കൊണ്ട് വന്ന് കണ്ടില്ലേ, ഇവിടെ ഒന്നും ഇല്ല, തുറന്ന പുസ്തകം എന്ന് പറഞ്ഞ പോലെ ഒന്നുമില്ല. എന്നാൽ ഇത് തെറ്റാന്ന് ആരും ഒട്ട് പറഞ്ഞും കൊടുക്കുന്നില്ല. ഇനി ലോക്കലിലെ പാസ്റ്റർ പറയാ നമുക്കിങ്ങനെ ഒക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടുത്ത സഭയെ കൊണ്ട് കല്യാണം നടത്തുമെന്ന്. ഇവിടെ 30 കൊല്ലം വരുന്ന പുള്ളി അടുത്ത സഭയെ കൊണ്ട് കല്യാണം നടത്തുക എന്ന് എന്തുവാ അതിൻ്റെ ഇത്? പറ. പാസ്റ്റർക്ക് നടത്താൻ മേലെ പാസ് നടത്തണ്ട, വേറെ നടത്താൻ പാസ്റ്റർമാർ റെഡി ആയിട്ട് 1 അല്ല 9 കല്യാണം നടത്താനും പറഞ്ഞ് നിൽക്കുക വേറെ ദിവസമായിട്ട്. കാശൂടുണ്ട് പിന്നെ പറയാൻ വേണ്ട, കാശുണ്ടെങ്കിൽ ആരും വന്ന് നടത്തി തരും. അപ്പം അതുകൊണ്ട് ഇത് ശാസിക്കാനോ പറയാനോ ക്രമീകരിക്കാൻ ആളുമില്ല. അതുകൊണ്ട് ഇത് വഴി വിട്ട് കുത്തടിഞ്ഞ് കിടക്കുക. ഇടയ്ക്ക് ഞാൻ കയറി ഇത്രയും പറഞ്ഞതേ ഉള്ളൂ, പിണങ്ങാനൊന്നും പറഞ്ഞതല്ല. തന്നെയല്ലേ പെൺപിള്ളാരെ ഒരുക്കിക്കൊണ്ടിരുമ്പോൾ തലയെ തുണി പോലും വിടുകയല്ലോ. നീ ഏതെങ്കിലും ഒരു ഉപദേശിച്ച് പറഞ്ഞാൽ ഇയാൾ എന്തിനാ ഇതൊക്കെ നോക്കിയിരിക്കുന്നെന്ന് ചോദിക്കും. ആൾക്കാർ പ്രശ്നമാണ്. ഞാൻ ചില വിവാഹ ശുശ്രൂഷയ്ക്ക് സംബന്ധിക്കുമ്പോൾ കൂടെ ദൈവദാസന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൈവമക്കളായവർ തലയിൽ ഈ മൂടുപടമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇടുന്നത്? ആദ്യം നമുക്കൊന്നേ തുടങ്ങാം, അല്ല ഇപ്പം രക്ഷയില്ല. എങ്ങനെ? അതിനും കൂടെ ഇതുകൊണ്ട് നടക്കും. നാളെ ഒരു ചെന്തിനായി ഷാളിടുന്നെന്ന് ഇതുപോലത്തെ ഗുണം പിടിക്കാത്തതൊക്കെ ചിലതെടുത്ത് കാണും, അവരെ കാണിക്കാനും കൂടെ ഇങ്ങനെ ഇടണം, മുടി കാണരുത്. കണ്ടോ? അപ്പോൾ ഒരാൾ ചോദിച്ചു ഇതെന്തിനാ? ഞാൻ പറഞ്ഞു ഇതിനൊക്കെ ആയി കൊണ്ട് നടക്കുന്നത്. പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, കാണിച്ചു കൊടുക്കുക. അതെ, ഇതിനാ മൂടുപടം. അപ്പോൾ ഈ കഴുത്ത് നീട്ടുക എന്ന് പറഞ്ഞാൽ ഇത് കണ്ടമാനം മുമ്പോട്ടും പുറകോട്ടുമൊക്കെ ഇറങ്ങിയാൽ കഴുത്ത് നീണ്ടതുപോലെ തോന്നും. ദീനാമ്മ അങ്ങനെയാ പോയത്. ഒരു ദൈവ പൈതൽ യോഗ്യമായിട്ട് നടക്കണം, ലജ്ജാശീലത്തോടും. പറ ആ വാക്യമൊന്നും ലജ്ജാശീലത്തോടും അങ്ങനെ. അപ്പം ഇത് കരുത്ത് കണ്ടമാനം അങ്ങ് നീട്ടി. ഞാൻ മുഖമെല്ലാം വല്ലാതാകുന്ന എല്ലാവരുടെയും. എന്നാൽ വേണ്ട, വായിച്ചങ്ങ് വിടാം. കരുത്ത് നീട്ടി എറുകന്നിട്ട് നേരെ നോക്കി സംസാരിക്കത്തില്ലല്ലോ ചിലര്. നിങ്ങൾ ചിലർ ശ്രദ്ധിച്ചേ. എന്തുകൊണ്ട് വിശേഷം? ഒന്നുമില്ല. സുഖമായിട്ടിരിക്കുന്നോ?
ആ നമ്മൾ എങ്ങോട്ടെങ്കിലും നോക്കുമ്പോൾ അവർ നമ്മളെ അടിമുടി വലിയ സൂത്രക്കാരാണ് അവർ. നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ചേ, നമ്മൾ നോക്കുമ്പോൾ നേരെ നോക്കി കണ്ണെ നോക്കി കാര്യം പറയുകയല്ല. നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് നോക്കുമ്പോൾ ഉടനെ അവർ മൊത്തം അവർ സൂത്രക്കാരാ. നേരെ പറയണ്ടേ കാര്യം. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി, എന്നിട്ട് പറഞ്ഞ് ഞങ്ങളെ നോക്കാൻ പറഞ്ഞു. അപ്പം അവനെ നോക്കിയപ്പോൾ അവൻ വേറെ കണ്ടോട്ട് നോക്കിയിരിക്കുക. അതാ അവനോട് പറഞ്ഞ് ഞങ്ങളെ നോക്കാം. അല്ല, ഞങ്ങളെ നോക്കാൻ പറയാനും പ്രാഗൽഭ്യമുണ്ടല്ലോ. ഇപ്പം ഞാനും നിങ്ങളും പറഞ്ഞ് ഞങ്ങളെ ഒന്നും നോക്കണ്ട, നേരെ മേളിലോട്ട് നോക്കിയാൽ സീലിംഗ് അല്ല വേറെ എന്നാ കാണാനാ? നമ്മളെ കാണുകയല്ലേ? നമ്മളെ കാണണം. സ്തോത്രം. ഞാൻ എപ്പോഴും പറയും, സഭയിലും പറയും, അപ്പൻ മകനോട് പറയാം, എടാ നീ എന്നെ നോക്കി പഠിക്കെന്ന് പറയണം. വേണ്ടേ? നമ്മൾ പറയുന്ന അതൊന്നുമല്ല, നീ ബില്ലിഗ്രാമിനെ നോക്കിക്കോടാ. എന്ത് അത്യാവശ്യമാണെന്ന് അറിഞ്ഞില്ലേ? നീ ബില്ലിഗ്രാമിനെ, നീ ഗാന്ധിജിയെ പുസ്തകം പഠിച്ചോണം. ഇന്ത്യയെ കണ്ടെത്തൽ. ഗാന്ധിജിയെ നോക്കണ്ട, നെഹ്റുവിനെ നോക്കണ്ട, ബില്ലിഗ്രാമിനെ നോക്കാനല്ല പറയേണ്ടത്. അപ്പൻ മകനോട് പറയാൻ, എടാ നീ എന്നെ കണ്ട് പഠിക്കാൻ പറയണം. എൻ്റെ പ്രാർത്ഥന, എൻ്റെ ജീവിതം, ഞാൻ വീട്ടിൽ പെരുമാറുന്നത്, എൻ്റെ സംസാരം, എൻ്റെ ശൈലി, എൻ്റെ ആരാധന, എൻ്റെ യോഗത്തിനുള്ള ഇരിപ്പ്, പോക്ക്, വരവ്, ശുശ്രൂഷ, നീ എന്നെ കണ്ട് പഠിക്കാൻ അപ്പൻ മകനോട് പറയണം. എന്നാ വാ തുറന്ന് എന്തേലും ഒന്ന് പറ. നമുക്ക് 8:30 പിരിയാം, വിഷമിപ്പിക്കുമൊന്നുമില്ല. നമ്മൾ പറയുന്നത് ഇതൊന്നുമല്ല. അമ്മമാര് പെൺപിള്ളാരോട് പറയണം, മോളെ നീ എന്നെ കണ്ട് പഠിക്കാൻ പറയണം. എന്നാ പറയുവോ? സ്തംഭിച്ചിരിക്കുകയാണെന്നോ ശ്വാസം വിലങ്ങിയതാണെന്നോ അതോ ആ പുറകിരിക്കുന്ന സഹോദരിമാർ മുന്നോട്ട് വരാമോ? നിങ്ങളെന്തിനാ അവിടെ പമ്മിയിരിക്കുന്നു? ഇഞ്ഞു വാ, അമ്മയ്ക്ക് നടക്കാവോ? അമ്മേ മുന്നോട്ട് വാ. നിങ്ങൾ രണ്ടും അവിടെ കുനിഞ്ഞു കിടക്കും, ഇങ്ങോട്ട് വരാൻ പറ, എഴുന്നേറ്റ് വരാൻ പറ. അപ്പൊ ശ്രദ്ധിച്ചേ, അമ്മമാര് നിങ്ങൾ പുറകോട്ടണേ എന്തിനാ നോക്കുന്നത്? അവരിഞ്ഞു വന്നോളും. എന്തോരും. അപ്പൊ അമ്മമാര് പെൺപിള്ളേരോട് പറയണം, മോളെ നീ എന്നെ കണ്ട് പറയണം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ അത് ജീവിതത്തിൽ പകർത്തണം. മറുഭാഷ പറഞ്ഞത് കൊണ്ടോ മേപ്പോട്ടും കീപ്പോട്ടും ചാടിക്കൊണ്ടോ പ്രവചനം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വചനം കേൾക്കുമ്പോൾ ഇളകിയത് കൊണ്ട് അത് നല്ലതാ, എതിരല്ല ഞാൻ, അതൊന്നും അല്ല വിഷയം. അമ്മ മോളോട് പറയണം, എടി നിന്റെ അപ്പനോട് ഞാൻ പെരുമാറുന്നത് എങ്ങനെയാണെന്ന് കണ്ടു പഠിക്കേ. നിന്റെ അപ്പൻ്റെ ചേട്ടനോടും അനിയനോടും മിക്കവാറും അവരുമായിട്ട് മിണ്ടുകയല്ലോ. അമ്മച്ചിയോട് ഞാൻ ഇടപെടുന്നത് എങ്ങനെയാന്ന് കണ്ടുപിടി. അമ്മായിയമ്മയോടെ അത് പ്രാഗൽഭ്യം വേണം, പറഞ്ഞു കൊടുക്കണം. അമ്മായിയമ്മയായിട്ട് മിണ്ടിയിട്ട് എത്ര കൊല്ലമായി? വീട്ടിൽ കയറിയിട്ട് എത്ര നാളായി? ഇപ്പം നിങ്ങൾ പറയാം പാസ്റ്റർ ചത്തുപോയി, അത് ഭാഗ്യമായി. അമ്മ മോളോട് പറയണം, നീ എന്നെ കണ്ട് പഠിക്കാൻ. ഞാൻ വീട്ടിൽ പെരുമാറുന്നത് അപ്പനോട്, ഭർത്താവിനോട്, അമ്മയോട്, സഹോദരങ്ങളോട്, അയലത്തുകാരോട്, സമൂഹത്തോട്, സഭയിൽ ഒക്കെ ഞാൻ ഇടപെടുന്നത്, എൻ്റെ സംസാരം, ശൈലി, ആരാധന രീതി, വസ്ത്രധാരണം, നോട്ടം, ഇടപാട്, കൊടുക്കവാങ്ങല്, സഹകരണം, ഇതൊക്കെ നീ എന്നെ കണ്ട് പഠിക്കാൻ അമ്മ മകളോട് പറയാൻ പ്രാഗൽഭ്യം ഉണ്ടായിരിക്കണമെന്ന്. നമ്മളതല്ല പറഞ്ഞത്, നീ അന്നമാമനെ കണ്ടു പഠിക്കാൻ. അവരെ കല്യാണം കഴിച്ചത് പോലും അല്ല. ജോയ്സ് മേയറെ പിന്നെ അമ്മ മോളോട് പറയണേ എന്നെ കണ്ട് പഠിക്കാൻ. അപ്പൻ മകനോട് പറയണേ, എടാ നീ എന്നെ കണ്ട് അത് വേണം. ആട്ടെ, നിങ്ങൾ ചിലർ നല്ലതുപോലെ വിഷമിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. എന്തിനാ ഒരു ദുഃഖത്തിന്മേ ദുഃഖം ഉണ്ടാക്കുന്നേ? അതുകൊണ്ട് ആ ഭാഗമൊന്നും പറയുന്നില്ല, നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. അപ്പോൾ എറുകണ്ണിട്ട് നേരെ നോക്കുന്നില്ല, എറുകണ്ണിട്ട് പിന്നെ തത്തി നടപ്പുമൊക്കെ ശ്രദ്ധിച്ചോണേ. നടപ്പൊക്കെ വളരെ ശ്രദ്ധിച്ചോണം. ഞാൻ വിവരിക്കുന്നില്ല. തത്തി നടക്കയും പിന്നെ
ആ നെറുകയ്ക്ക് ചൊറു പിടിപ്പിക്കും, ഗുഹ്യപ്രദേശങ്ങളെയൊക്കെ നഗ്നമാക്കുന്നു. അടുത്ത വാക്യം വായിക്കാം. കാൽ ചിലമ്പുകളുടെ അലങ്കാരം, നെറ്റിപ്പട്ടം, ചന്ദ്രകല, ആ ആ ആ ആ ആ പട്ടകച്ച, പരിമളപ്പെട്ട്, തകിടുകൂട്ട്, മോതിരം, മുക്കുത്തി, ഉത്സവവ്രതം, മേലാട, ശാൽവ, സോമപടം, ദർഭപടം, കർണപടം, മൂടുപടം എന്ന് കല്ലാം എന്ന് വേണ്ട. താഴോട്ട് പഠിക്കുമ്പോൾ ഈ വിധ അലങ്കാരങ്ങളും വെച്ചുകെട്ടുമൊക്കെ ആയിട്ടായി നടക്കുന്നത്. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം, നിങ്ങൾ യോജിച്ചാലും യോജിച്ചില്ലിലും ദൈവം നമുക്ക് ആവശ്യത്തിന് സൗന്ദര്യം തന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സൗന്ദര്യമുള്ളവരാണ്. അതെ, എല്ലാവർക്കും ദൈവം നമുക്ക് തരേണ്ട സൗന്ദര്യം ദൈവം തന്നിട്ടുണ്ട്. പിന്നെ യോഗ്യമായിട്ട് വസ്ത്രം ധരിച്ചും ലജ്ജാശീലത്തോടും സുബോധത്തോടും തങ്ങളെ ക്രമീകരിച്ചും ദൈവം തരുന്ന സൗന്ദര്യത്തിൻ്റെ കൂടെ ഒന്നും അധികം വെച്ച് കെട്ടൊന്നും വേണ്ട. സ്തോത്രം, സ്തോത്രം. ആവശ്യമില്ലാത്ത ഒന്നും ദൈവമക്കൾക്ക് പാടില്ല. ദൈവത്തിന് മഹത്വം. അതായത് ദൈവമക്കൾക്ക് യോഗ്യത. ഞാൻ ആ ഭാഗം വിടുക, വ്യാഖ്യാനിക്കുന്നില്ല. കണ്ണുമൊക്കെ എഴുതി മുടിയൊക്കെ ചീകി വന്ന തള്ളയ്ക്ക് പറ്റിയ ഗതി രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഭാഗത്തേക്ക് പോവുകയും വേണ്ട. ദൈവത്തിന് മഹത്വം. അപ്പൊ ഇങ്ങനെ ദീന നാട് കാണാൻ നടനത്തിന് ഇറങ്ങി. ഇവള് കാണാൻ ഇറങ്ങിയെങ്കിലും വേറെ പഠിതാക്കൾ പറഞ്ഞ് ഇവളും അവരുടെ കൂടെ ഡാൻസിന് കൂടിയെന്ന. അപ്പൊ ഇവിടെ ചെലമ്പിന്റെ ഒച്ചയും ഇവിടെ ആ തത്തിയുള്ള നടപ്പും ചുവടും രീതിയൊക്കെ കണ്ടപ്പം ഒരുത്തൻ അവിടെ ഇരിപ്പുണ്ടായിരുന്ന ശേഖം, അവന് അവളോട് താല്പര്യം തോന്നി. എന്തിനേറെ വീട്ടിൽ കൊണ്ടുപോയി ധാരണ വന്നു. ഒടുവിൽ ശേഖരപൗരന്മാരുമായിട്ട് യാക്കോബ് ഒരുടമ്പടി എടുത്തു. സ്തോത്രം. അവളെ വിവാഹം കഴിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അപ്പനും ശേഖേമ്യരുമായിട്ടുള്ള ഉടമ്പടി ഈ രണ്ട് മക്കൾ അംഗീകരിച്ചില്ല, ശിമയോനും ലേവിയും. അവരപ്പൻ്റെ അനുമതിയില്ലാതെ, അപ്പനോട് ചോദിക്കാതെ, അപ്പനെ അനുവദിക്കാതെ, സഹോദരങ്ങളോട് ആലോചിക്കാതെ വാളെടുത്ത് വേദനപ്പെട്ടിരുന്ന ശേഖേം പൗരന്മാരെ വെട്ടിക്കൊന്നു. ഈ വിഷയത്തിൽ യാക്കോബിന് വലിയ മനോഭാരവും ദുഃഖവും ഉണ്ടായി. യാക്കോബ് പറയുന്നൊരു പദമുണ്ട്, ഈ ദേശത്ത് നിങ്ങൾ എന്നെ നാറ്റിച്ചെന്ന്. ആ 34 ആ താഴെ. അപ്പോൾ യാക്കോബ് ശിമയോനോടും ലേവിയോടും ഈ ദേശനിവാസികളായ കനാന്യരുടെയും പെരിസ്യരുടെയും ഇടയിൽ, ജാതികളുടെ ഇടയിൽ, ആമൻ സ്തോത്രം, പിതാവിനെ ഇവര് നാറ്റിച്ചു, വിഷമത്തിലാക്കി. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നാമം, ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മറ്റുള്ളവരുടെ ഇടയിൽ നമ്മളായിട്ട് നാറ്റിക്കരുത്. സ്തോത്രം. നമ്മൾ മുഖാന്തരം നാറ്റം ഉണ്ടാക്കരുത്. ഇതിവരെ അപ്പനെ നാറ്റിച്ചു, ശിമയോനും ലേവിയും നാറ്റിച്ചു വിഷമത്തിലാക്കി. ദൈവനാമത്തെ ഇവരെ ദുഷിപ്പിച്ചു. അത് പാടില്ല. എന്നാൽ ഈ വിഷയത്തിൽ ഇവര് ക്രമീകരണവും വരുത്തിയില്ല. ഒടുവിൽ അപ്പൻ മരിക്കാൻ നേരത്ത് ഈ രണ്ടുപേരെയും നാടൻ ഭാഷ പറഞ്ഞ ശപിച്ചു. 49:1 മുതൽ തലമുറകളെ വിളിച്ച് ഭാവി കാലം സംബന്ധിച്ച് ഭാവി പ്രവചനം പറയുകയാണ്. രൂപേനെ ആദ്യം വിളിച്ച്, രൂപേനെ, നീ എൻ്റെ ആദിയാതൻ ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിൻ്റെ വൈശിഷ്ട്യവും ശക്തിയുടെ ആദ്യബലമൊക്കെ, പക്ഷേ വെള്ളം പോലെ തുളുമ്പുന്നവരെ നീ ശ്രേഷ്ഠനാകത്തില്ല. 5-ാമത്തെ വാക്യത്തിൽ പറയുക, ശിമയോനും ലേവിയും സഹോദരന്മാർ, അവരുടെ വാളുകൾ സാഹസത്തിൻ്റെ ആയുധങ്ങൾ, എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത്, എൻ മനമേ അവരുടെ യോഗത്തിന് ചേരരുത്. എന്നിട്ട് അടുത്ത വാക്യത്തിൽ ഇവരെ ഞാൻ പകൽ ഓർപ്പിച്ചല്ലോ, രണ്ടുപേരും ഒരു ഗ്രൂപ്പാണ്. ഇവർ രണ്ടും ഒരു ഗ്രൂപ്പാണ്. ഇവരായി കുരുക്കും കൊന്ത്രാപ്പുകളിയെല്ലാം ഒപ്പിക്കുന്നത്. ശിമയോനും ലേവിയും മറ്റുള്ളവരുമായിട്ട് അടുക്കത്തില്ല. അങ്ങനെയുള്ള ചില ആൾക്കാർ ചില സഭകളിലുണ്ട്. നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ച് എല്ലാവരോടും മിണ്ടുകയല്ല. ഇവർ രണ്ടുപേരും അവർ രണ്ടുപേരും അടുത്തറിഞ്ഞ് ഈ സഭയിലുള്ള എല്ലാവർക്കും കൈ കൊടുക്കാത്ത ആൾക്കാരുണ്ട്. ഒരു സഭയിലാണ് കൂടുന്നത്, സഹോദരന്മാർ തമ്മിൽ കൈ കൊടുക്കാത്തവരുണ്ട്. ഇപ്പം പിന്നെ ആൾ കൂടുതലുള്ളിടത്തും സമയമില്ലാത്തതുകൊണ്ട് നമ്മളും പറയും, തിരുമേശയുടെ സമയത്ത് അടുത്ത് നിൽക്കുന്നവർ തമ്മിൽ അത് ലാക്ക് ലൂക്കാച്ചാന്ന് പണ്ടൊരാൾ പറഞ്ഞ പോലെ. ഒരു സഭയിലാണ് കൂടുന്നത്. ഉപവാസത്തിന് കുറവൊന്നുമില്ല, മറുഭാഷയുണ്ട്, തുള്ളലുണ്ട്, ചാട്ടമുണ്ട്, പ്രാർത്ഥനയുണ്ട്, നന്നായിട്ടെല്ലാം ചെയ്യുന്നു. പക്ഷേ കൈ കൊടുക്കത്തില്ലല്ലോ. എല്ലാവർക്കും കൊടുക്കാത്തവരുണ്ട്, ഇതുവരെ മിണ്ടാത്തവരുണ്ട്, കൂട്ടുവിശ്വാസിയുടെ വീടറിയാത്തവരുണ്ട്. അല്ല, വീട്ടിൽ പ്രാർത്ഥനയും വെക്കുന്നില്ലല്ലോ.
വീട്ടുപ്രാർത്ഥന വെക്കാണ്ട് പറയുമ്പോൾ താന്നിരിക്കുകയല്ലേ, നേരെ ഇരുന്നല്ലേ അങ്ങോട്ട് വെക്കുന്നെന്ന് പറയാനേ. ഇനി അഥവാ നമ്മൾ പറഞ്ഞോണ്ട് പറയും ഒരു സഭയിലാണ് കൂടുന്നേ, എന്നെ റാന്നി കടയിൽ വള്ളം മുങ്ങിയ പോലെ ഇരിക്കുന്നേ. കൈ കൊടുക്ക്. ചില വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ ചിലർ പോകുകയല്ലോ, പോവോ? അന്നേരം അവർക്ക് അങ്ങ് തീരെ ദീനമാ, വയ്യ. എന്നാൽ ചിലടത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ദീനോ എന്നെ എല്ലാവരും കാക്കാലിനെ പോലെ പമ്മിയിരിക്കുന്നേ. ഇതെല്ലാം പ്രകസനമാ. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയാ പറഞ്ഞത്. ഉപവാസ പ്രാർത്ഥന ഇതിനെല്ലാം ക്രമീകരണം വരുത്തണം. എല്ലാ വീട്ടിലും ചിലർ പോവുകയല്ല. ഇത് ചിലർ ചെന്നാൽ അവിടെ ഭക്ഷണം ഉണ്ട്, ചിലർ കഴിക്കത്തില്ല. കഴിക്കില്ല. എന്നാന്നറിയാമല്ലേ, വയറ്റിലൊരു ഒരു ദീനവും ഇല്ല, പക്ഷെ സൂക്ഷം നിനക്ക് ദീനം വരും. ഒരു തർക്കവുമില്ല. ഇപ്പം നിനക്ക് ദീനമില്ലാത്തപ്പോഴാണ് നീ പറഞ്ഞ് എനിക്ക് വയറ്റിനകത്ത് ഒരു കുഴപ്പമില്ല, പക്ഷേ സൂക്ഷം വന്നിരിക്കും. വരും. ഒരു തർക്കമൊന്നുമില്ലെന്ന്. ചില രോഗികളുണ്ട്, അവരെ നമുക്കറിയാം. ഇന്ന ഭക്ഷണം കഴിച്ചാൽ അവർക്കത് ശരീരത്തിന് അതങ്ങനെ പറയണമല്ലോ, ചിലർക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ അവർക്ക് വേണ്ടി ചിലപ്പോൾ വേറെ എന്തെങ്കിലും ക്രമീകരണങ്ങൾ, അത് തെറ്റൊന്നുമല്ല, ഒരു കുഴപ്പമില്ല. പക്ഷേ മനഃപൂർവ്വം കുഴപ്പമ്പോൾ ഓർത്തോണം, സൂക്ഷം ദൈവം നിന്നെ പിടിക്കും. നമ്മൾ ചിലരോട് ചോദിക്കാല്ലേ, അമ്മാമ്മയുടെ കാര്യമല്ല കേട്ടോ, ഉദാഹരണമാണ്. എന്നെ യോഗത്തിന് പറഞ്ഞ് എനിക്ക് തലവേദനയായിരുന്നു. ഒരു കുഴപ്പമില്ല, പക്ഷേ സൂക്ഷം ഈ തള്ളയ്ക്ക് തലവേദന വരും. വരുമെന്നുള്ളതിനൊരു തർക്കവുമില്ല. എന്തോ അച്ചായനെ ഇവിടെ യോഗത്തിനുണ്ടല്ലോ, ശാരീരികമായിട്ട് അത്ര ഒരു കുഴപ്പം. കല്യാണത്തിന് അവിടെ നിൽക്കുന്ന കണ്ടല്ലോ, ആദ്യത്തെ ഏറ്റിന് കയറി ഇരിക്കുക, പ്രാർത്ഥിക്കുന്നതിന് മുന്നേ കഴിക്കുന്നത് ഞാൻ കണ്ടല്ലോ. കഴിച്ചു കഴിഞ്ഞാൽ വെള്ളം ഇവിടെ നിന്ന്, അപ്പം മനസ്സിലായി കൈ കഴുകാറായിരുന്നെന്ന്. നിങ്ങൾ കണ്ടില്ലേ, വെള്ളം ഇവിടെ. അപ്പം അതിൻ്റെ അർത്ഥം എന്നാ? കഴുകാതാ? കൈ കഴുകിയായിരിക്കുന്നെങ്കിൽ അറിയാമല്ലോ, കൈ കഴുകണം ആദ്യം കഴുകിയല്ലേ വന്നിരുന്നത്, അവിടോട്ട് പോയാൽ പോരെ. മനസ്സിലാകുന്നില്ല. അല്ല, അതിനൊന്നും ഒരു ക്ഷീണവും ഇല്ലല്ലോ. മനഃപൂർവ്വം അങ്ങനെ കള്ളം പറഞ്ഞാൽ സൂക്ഷം പിടിക്കും ദൈവം. തെളിവ് നിങ്ങൾക്ക് വചനത്തിലുണ്ട്, പിടിക്കും. നിങ്ങൾക്ക് അറിവുള്ള കാര്യം വന്ന് ഓർപ്പിക്കുന്നതേ ഉള്ളൂ, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. ലാബാൻ കൂടാരത്തിൽ വന്നപ്പം റേച്ചലാൻറ്റി പറഞ്ഞു, പപ്പ എനിക്ക് എഴുന്നേക്കാൻ പാടില്ല, ഫാസ്റ്റിംഗ് പ്രയറാണ്. ഞങ്ങൾ പായിട്ട് കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞ് അവിടുന്ന് എഴുന്നേക്കുള്ളൂ. വീട്ടിൽ അടുപ്പിൽ പോലും വന്ന് അപ്പം അപ്പന് ഓർത്താട്ടെ, ഇവള് കുടുംബത്തിൽ വെച്ചോ ഉപവാസവും പ്രാർത്ഥന. എന്നാ അമ്മ ഏതാണ്ട് പറഞ്ഞു കൊടുത്ത്. എന്തോ പറഞ്ഞേ? ഏതാണ്ട് പറഞ്ഞമ്മ. എന്തോ അമ്മ പറഞ്ഞേ? അത് തന്നെ, ആ അവസ്ഥ തന്നെ ഞാനും പറഞ്ഞേ. അപ്പോൾ ഫാസ്റ്റിംഗ് പ്രയറായി, എഴുന്നേക്കാൻ പാടില്ല. അപ്പനോട് പറഞ്ഞു, ലാബാനോട് എനിക്ക് പാടില്ല. അപ്പൻ വിശ്വസിച്ചു, അല്ല ഭർത്താവും വിശ്വസിച്ചു, അല്ല മക്കളെയും വിശ്വസിപ്പിച്ചു, ദാസിമാരും അത്ര കഴിവാ റേച്ചലിന്. ഒരു കുടുംബത്തിൽപ്പെട്ട മുഴുവൻ എണ്ണത്തിനെയും അങ്ങനെ വിശ്വസിപ്പിക്കാൻ പറ്റുമെങ്കിൽ എന്തോ കഴിവാ, ഭയങ്കര കഴിവ്, അസാധ്യ കഴിവാ. നമ്മൾ പറയുമോ റേച്ചലമ്മാമ്മ വലിയ മിടുക്കിയാ കേട്ടോ. പിന്നെ ജക്കപ്പച്ചാൻ എല്ലാവരെയും കളിപ്പിക്കുന്ന അച്ചാനെ, പക്ഷെ അച്ചാനെ അമ്മാമ്മ വരച്ച വരയല്ല. മിണ്ടുന്നില്ല. മിണ്ടണ്ട. അച്ചാൻ എല്ലാവരെയും ഒതുക്കുന്ന അച്ചാനെ, പക്ഷെ അമ്മാമ്മയുടെ മുന്നിൽ അച്ചാൻ റേച്ചലേ യാക്കോബിനെ കളിപ്പിച്ചു. പിള്ളേരാന്ന കലാപുലി പോലെ ഒരുത്തൻ ഒരുത്തനെ സിംഹസ്ഥന് തുല്യനാ. യഹൂദ ഒരു ബാലസിംഹം ഇര പിടിച്ച് കിടക്കുക. രൂപൻ ഭയങ്കര കഴിവുള്ളവനാ. എല്ലാം ഒന്നുക്കൊന്നൊക്കെ മിടുക്കനുള്ളപ്പോൾ അവരെ ഈ അമ്മ ഒതുക്കി നിർത്തിയേക്കുന്നത്. ഭർത്താവിനെയും കളിപ്പിച്ചു, പിള്ളേരെയും കളിപ്പിച്ചു, അപ്പൻ അതിലും വേന്ദ്രനാ.
സകല എണ്ണത്തിന് ഒതുക്കി. ഇവള് കള്ളം പറഞ്ഞു, എനിക്ക് എഴുന്നേൽപ്പാൻ പാടില്ല. ലാബാനങ്ങ് പോയി. നിങ്ങൾക്കറിയാം, എപ്രാത്തിലെത്താൻ അല്പ ദൂരമുള്ളപ്പോൾ റാഗേൽ വഴികരികെ വെച്ച് പ്രസവിക്കുക. ഉൽപ്പത്തി പുസ്തകവും യെരമ്യാ പ്രവചനവും എടുത്ത് വായിപ്പിക്കുന്നില്ല, ചേർത്ത് പഠിക്കുമ്പോൾ അവിടെ ഒരു പദമുണ്ട്, ജീവൻ പോകുന്ന നേരം. അമ്മാമ ആ വാക്യം കണ്ടോ? 35 ഈ ഭാഗത്തുണ്ട്, ജീവൻ അങ്ങനെ പദം. അതാ ജീവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? അതെ, ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക. ജീവൻ രക്തത്തിലാ, ആ ജീവൻ പോയിക്കൊണ്ടിരിക്കുക, ബ്ലഡ് പോവുക എന്ന്. ബ്ലഡ് നിൽക്കുന്നില്ല. നാളുകൾക്ക് മുമ്പ് അപ്പം വന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് എനിക്ക് എഴുന്നേൽപ്പാൻ അന്ന് ഒരു കുഴപ്പവുമില്ല. കുഴപ്പമില്ലാത്ത കാലത്ത് എനിക്ക് കുഴപ്പമാണെന്ന് കള്ളം പറഞ്ഞത് അടി തപ്പിയപ്പോൾ വിഷയത്തിൽ സൂക്ഷം ദൈവം പിടിച്ചു. ഇപ്പൊ ഉപവസിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ പറയുന്ന പാസ്റ്ററെ, ഇത് ചൊല്ലി അടിക്കുന്ന പാസ്റ്റർമാർ വല്ലവരും ഉണ്ടെന്ന് വിളിക്കണേ. കോഴിക്കോട്ടിൽ നിന്ന് ആരെല്ലാം കിട്ടുമോ? ചൊല്ലിയടി ഇല്ല, പുള്ളി ചൊല്ലി അടിക്കത്തില്ല, ചൊല്ലാനാണ് അടിക്കുന്നത്. നമുക്കൊരു ദിവസത്തേക്ക് ബന്ധനം അടിക്കുന്ന അമ്മാമ്മമാർ വല്ലവരും വരും. കെട്ട് പൊട്ടിക്കുന്ന ആരേലും ഈ കെട്ട് പൊട്ടത്തുമില്ല, ഇത് അഴിയത്തുമില്ല, നീ തന്നെ ഒപ്പിച്ച വിനയാ. അപ്പനെയും ഭർത്താവിനെയും മക്കളെയും അനിയത്തി ചേടുത്തിയെയും ദാസിമാരെയും എന്ന് വേണ്ട സകല ആൾക്കാരെയും കളിപ്പിച്ചൊതുക്കി അമ്മാമയാ. ഒരു കുഴപ്പവും ഇല്ലാത്തപ്പോഴാ പറഞ്ഞ എനിക്ക് കുഴപ്പമാണ്. തമ്പുരാൻ പറഞ്ഞാ കുഴപ്പം തന്നെ നേക്കാം. മകന് പേരിട്ട് ബെനോനി, ദുഃഖത്തിന്റെ കണ്ണുനീരിന്റെ വേദനയുടെ പുത്രനാ. ബ്ലഡ് നിൽക്കുന്നില്ല, ജീവൻ അങ്ങനല്ലേ എഴുതിയേക്കുന്നേ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതാ, പ്രാർത്ഥിച്ചാലൊന്നും നിൽക്കത്തില്ല. അത് ഞാൻ ഭയത്തോടാ പറയുന്നത് കേട്ടോ. എന്നെയും കൂടെ പ്രതിയാക്കി, ഞാൻ പേടിച്ചാ പറയാനേ. കള്ളം പറയരുത്. കള്ളം പറയരുത്. തലവേദനയാന്ന് കള്ളം പറയരുത്. വയറ്റ് വേദനയാന്ന് കള്ളം പറയരുത്. വണ്ടിക്ക് പെട്രോൾ ഇല്ലായിരുന്നെന്ന് കള്ളം പറയരുത്. പിരിവ് തരാൻ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല പാസ്റ്റേന്ന് കള്ളം പറയരുത്. സ്തോത്രം, സ്തോത്രം. ഞാൻ ഇപ്പം അത്രയോ പറയുന്നുള്ളൂ, വെറുതെ എന്തിനാ മനസ്സിനെ വേദനിപ്പിക്കുന്നത്. ഇപ്പം തന്നെ ചിലർ ഞെട്ടുന്നതായിട്ട് ഞാൻ കണ്ടു. അയ്യോ, ഞാൻ കണ്ടു. അല്ല, പേടിക്കണ്ട. ഇതുവരെ അപാകതകളും ന്യൂനതകളും ഇന്ന് രാത്രി ഏറ്റു പറ. കർത്താവെ, തെറ്റ് വന്നിട്ടുണ്ട്, അങ്ങക്ക് ഇഷ്ടമില്ലാത്ത പലതും പറഞ്ഞിട്ടുണ്ട്. ചില സന്ദർഭത്തിൽ ഞാൻ തടി തപ്പാൻ കള്ളം മനഃപൂർവ്വമായി ക്ഷമിക്കണം. അതെൻ്റെ മേൽ ന്യായവിധിയായിട്ട് വരരുത്. ഏറ്റു പറ. എല്ലാവരും മനുഷ്യനല്ലേ, ഏറ്റു പറ. കർത്താവെ, അങ്ങക്ക് ഹിതമില്ലാത്തത് ഞാൻ ചില പ്രത്യേക സന്ദർഭത്തിൽ എൻ്റെ സ്വയരക്ഷയ്ക്കും തടി ഊരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നോട് പൊറുക്കണേ. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുമെന്ന്. നീ പിന്നെ അത് മറച്ചു വെച്ചാൽ ആ ശിക്ഷാവിധി വരുന്നത്. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ദൈവത്തിന് മഹത്വം. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം.
കായിക നിമിത്തം